ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു ഇൻ ജീസസ് ഹോളി ആൻഡ് പ്രഷ്യസ് നെയിം. ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യമാണ്. സാംസ് 103 വേഴ്സ് 19. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സകലത്തിനും മീതെ തലയായ ദൈവം എന്നുള്ളൊരു ടൈറ്റിലോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് നൽകുന്നത്. സകലത്തിനും മീതെ തലയായിരിക്കുന്ന ദൈവം, തനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വരും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു ദൈവഭക്തനും എന്നാൽ അപ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറുമായിരുന്ന ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടല്ല. അദ്ദേഹം ഉറച്ച് വിശ്വസിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നേരെ നിന്നു. പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പറയാതെ അദ്ദേഹം പച്ചയായി തൻ്റെ മനസ്സിൽ തോന്നിയ യാഥാർത്ഥ്യങ്ങളെ പറയുകയും പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള കുറ്റമുണ്ടെങ്കിലുള്ളത്. ഇവിടെ സങ്കീർത്തനത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: യഹോവ തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് സ്ഥാപിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സിംഹാസനസ്ഥനാണ്. നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ ഈ കാലം കടന്നു പോകുന്നവരാകാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശാരീരികമായ ക്ഷീണങ്ങളോ രോഗങ്ങളോ മാനസികമായ സങ്കടങ്ങളോ ഒക്കെ കാണും. എന്നാൽ അതിൻ്റെ നടുവിൽ പറയാനുള്ളത്, നാം കൈവിടപ്പെട്ടവരല്ല. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഈ കർത്താവ് നമ്മളെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ നിസ്സാരരല്ല എന്ന് കർത്താവ് ഭൂമിയിൽ ജഡത്തിൽ വന്ന ദൈവം പ്രസ്താവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായം 29 തൊട്ടുള്ള വാക്യങ്ങളിൽ യേശു ചോദിക്കുകയാണ് ചില ക്വസ്റ്റ്യൻസ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കാശിന് 2 കുരികിൽ വിൽക്കപ്പെടുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിയാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. പ്രൈസ് ദി ലോർഡ്. കാശ് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ നയ പൈസ അല്ലെങ്കിൽ ഇവിടുത്തെ പെന്നി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പോലെ തത്തുല്യമാണ്. അതിന് 2 കുരികിൽ, ഒരു കോയിന് 2 കുരികിൽ കിട്ടുന്നു. അപ്പോൾ അത് ഏറ്റവും വില കുറഞ്ഞ ഒന്നാണ്, ഒരു സ്പാരോ, ഒരു കുരികിൽ. എന്നാൽ ആ വില കുറഞ്ഞത് ദൈവം അറിയാതെ നിലത്ത് വീഴുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണ് അവയുടെ മേലുണ്ട്. ദൈവം അറിയാതെയല്ല ഒരു കുരുകിലിന് എന്തെങ്കിലും പറ്റുന്നെങ്കിൽ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ തലയിലെ രോമം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെയൊക്കെ തലയിലെ രോമം എണ്ണാൻ ചിലർക്ക് ഈസി ആയിട്ട് കഴിയും. ഇതിലാകുമ്പോൾ അല്പനേരം മെനക്കെട്ടാൽ എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്നൊക്കെ എണ്ണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കുള്ള മുടിയൊക്കെ ഉള്ളൂ. എന്നാൽ അതല്ല, നമ്മുടെ തലയിൽ എത്ര 1000 മുടിയുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കണക്ക് ദൈവത്തിനുണ്ട്. അതിലൊന്ന് പൊഴിഞ്ഞു പോകണമെങ്കിൽ കർത്താവ് അറിയാതെ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു പറയുകയാണ്, ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ. അപ്പോൾ ഒരു കുരുകിലിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് കെയറുണ്ട് എങ്കിൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ചമച്ച മനുഷ്യനിൽ ദൈവത്തിന് കരുതലില്ലെന്നോ? സ്വന്തം ജീവനെ വില തന്നു കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ നിങ്ങൾ തനിക്ക് തൻ്റെ പ്രാണനേക്കാൾ വിലപ്പെട്ടവരാകിയാൽ നിങ്ങളെക്കുറിച്ച് കരുതലില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മുമ്പേ പ്രസ്താവിച്ചതുപോലെ അനേക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. കെന്നഡി മുതലായ ലീഡേഴ്സ് ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാത്മാജി പോലെയുള്ള നല്ല മനുഷ്യർ ഇന്ത്യയിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതുപോലെ ചാർലി കിർക്കിനെ പോലെയുള്ള നല്ല ലീഡേഴ്സ് ഈ സമീപ ദിവസങ്ങളിൽ മരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ദൈവത്തിന് കെയറില്ലേ എന്നുള്ളൊരു ചോദ്യം ന്യായമായ ചോദ്യമാണ്.
എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, ഈ കാലഘട്ടങ്ങളിലൊക്കെയും റോമനെ ഭരിച്ചിരുന്നത് ശക്തിയുള്ള സീസേഴ്സാണ്. സീസർ ചക്രവർത്തിമാർ, മലയാളത്തിൽ കൈസർ എന്ന് പറയും. കൈസറന്മാർ ഭരിച്ചു. വേദപുസ്തകത്തിൻ്റെ കോപ്പികൾ മുഴുവൻ തീ വെച്ച് നശിപ്പിക്കുമെന്ന് അവർ ദൃഢപ്രതിഷ്ഠയെടുത്തു. ഇനി ഒരു കോപ്പി പോലും അവശേഷിക്കാൻ പാടില്ല, ബൈബിൾ മുഴുവൻ നശിപ്പിക്കപ്പെടണം. ഇതുപോലെ തീരുമാനമെടുക്കപ്പെട്ട ഭരണാധികന്മാരെ റോമിനെ ഭരിച്ചു. റോം എന്ന് പറയുമ്പോൾ ആ കാലത്ത് യൂറോപ്പിനെ മുഴുവൻ അടക്കി ഭരിച്ചവരാണ്. റോമിനെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഇന്ന് കാണുന്ന മിക്കവാറും രാജ്യങ്ങളെല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഈജിപ്റ്റ്, അതുപോലെ ടർക്കി, ഇതുപോലെയുള്ള ജോർഡൻ, ഇതുപോലെയുള്ള ഭൂപ്രദേശങ്ങളെല്ലാം റോമിൻ്റെ അണ്ടറിലായിരുന്നു. അങ്ങനെ വിസ്തൃതമായ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന റോമൻ കൈസറന്മാർ ഇസ്രയേലിനെ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിനു മുമ്പേ ഭരിച്ച ഗ്രീസ്, അതിനു മുമ്പേ ഭരിച്ച ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കണമെന്ന് കരുതിയ ബാബിലോൺ, പേർഷ്യ, ഈ സാമ്രാജ്യങ്ങളെല്ലാം അടക്കി ഒതുക്കി ഭരിച്ച ചക്രവർത്തിമാർ തീരുമാനമെടുത്തു. എന്ത്? യേശുവിൻ്റെ സന്ദേശം പരക്കാൻ പാടില്ല. യേശുവിന് വേണ്ടി ഏതെങ്കിലും സാക്ഷികൾ നിന്നാൽ അവർ കൊല്ലപ്പെടണം. അനേകരുടെ യൗവനത്തിൽ മരിക്കുവാനിടയായി, ബാല്യത്തിൽ കൊല്ലപ്പെടുവാനിടയായി. വേദപുസ്തകത്തിൻ്റെ കോപ്പികൾ കത്തിച്ച് നശിപ്പിച്ചു. പലരെയും സിംഹം അതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. അവരുടെ രക്തം ചിന്തി അവർ ക്രൂരമായി കൊല്ലപ്പെട്ടു. ദൈവം അറിഞ്ഞില്ലേ? അറിഞ്ഞു. രക്തസാക്ഷികളുടെ രക്തം പുതിയ വിശ്വാസികൾ എഴുന്നേൽക്കുന്നതിനുള്ള വളക്കൂറുള്ള മണ്ണ് പോലെ ദൈവസന്നിധിയിൽ പ്രശോഭിതമായിരുന്നു, പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിശ്വാസി എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് അത് പിൽക്കാലത്ത് കാരണമായി ഭവിച്ചു. കൊന്നുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ ഒതുക്കുവാൻ ലോകശക്തികൾക്ക് കഴിയത്തില്ല, ഇന്ത്യൻ ശക്തിക്ക് കഴിയത്തില്ല, ലോകത്തിലെ ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധിക്കുകയില്ല. റോമാൻ ലേഖനം 8:28 ഒരു വാക്യം ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഈവൻ ദോ ഇറ്റ് ലുക്സ് ലൈക്ക് ഈവിൾ, ഇംഗ്ലീഷിൽ അത് പറയുന്നത്, ആൻഡ് വി നോ ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദം ദാറ്റ് ലവ് ഗോഡ്, ടു ദം ഹു ആർ കോൾഡ് ഫോർ ഹിസ് പർപ്പസ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കാക്കി കൂട്ടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ദൈവ സിംഹാസനസ്ഥനാണ്. നമുക്ക് പ്രതികൂലമെന്നും ഇത് കഷ്ടതയിൽ നിറഞ്ഞതാണല്ലോ എന്നും സങ്കടപ്പെടുത്തുന്നതാണല്ലോ എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് പ്രത്യേക കാര്യപരിപാടിയുണ്ട്. തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി വിശാലതയിലേക്ക് വരുവാൻ അത് കൂടുതലായി പ്രയോജനപ്പെടുന്നു. ഞാനൊരു ഉദാഹരണം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനേക മനസ്സിനെ മതിക്കുന്ന അനുഭവങ്ങൾ കടന്നിട്ടുണ്ടാകാം. ചെറുപ്രായം മുതലുള്ള കാര്യങ്ങളെ ചിന്തിക്കുക. പല പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ കടന്നുപോയി. ഇന്ന് ആ പ്രയാസമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ചു. ഇന്ന് ആ പ്രയാസമുണ്ടായ കാര്യങ്ങൾ നമുക്ക് ഇന്നും പ്രയാസമാണോ? അതോ നമ്മുടെ ജീവിതത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചില മാർഗങ്ങളായി അത് തീർന്നില്ലേ എന്നുള്ള ചിന്തയല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക? അത് നമ്മെ ശക്തീകരിക്കുവാൻ കാരണമായി, നമ്മെ ബലപ്പെടുത്തുവാനിടയായി. അത് അന്ന് തിന്മയെന്ന് തോന്നിയെങ്കിലും ദുഃഖകരമെന്ന് തോന്നിയെങ്കിലും ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നാം ഇന്ന് നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ചില കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ശക്തമായ കാറ്റ്, മൺസൂൺ മഴക്കാലത്ത് വലിയ ശക്തമായ മഴ, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ്, ഇതെല്ലാം ഒരു ചെടിയെ കുലുക്കുന്നു, അതിനെ അലയ്ക്കുന്നു, അലട്ടുന്നു. അതിനെ ഊരിപ്പോകുമോ എന്ന് പോലും നമ്മൾ നട്ടവർക്ക് തോന്നും. പക്ഷേ അതുകൊണ്ടുള്ള ഗുണം എന്നാണ്? അതിൻ്റെ വേരിന് ബലം വരികയാണ്. ആ മരത്തെ മണ്ണിൽ സ്ട്രോങ് ആയി നിൽക്കുവാൻ ബലപ്പെടുത്തുകയാണ് അതിന് സംഭവിക്കുന്ന പ്രയാസങ്ങൾ.
എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു നേരിടുന്ന പ്രതികൂലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, ഇവയൊക്കെയും നന്മയ്ക്കാക്കി ദൈവം തീർക്കുന്നു. നന്മയ്ക്കായി അവയെ ഉപയോഗിക്കുന്നു. നമ്മെ തന്നെയും നാം നിലനിൽക്കുന്ന ചിന്താഗതികളെയും നാം നിലനിൽക്കുന്ന പ്രസ്ഥാനത്തെയും സഭയെയും ബലപ്പെടുത്തുന്നതാണ് സഭയിൽ കടന്നു വന്നിട്ടുള്ള മാർട്ടിയേഴ്സിൻ്റെ രക്തം ചൊരിയപ്പെട്ടത്. അല്ലാതെ അത് അതിൽ തന്നെ തിന്മയല്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകം കൊടുത്തത് ക്രൂശാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ യേശുവിനെ വിടുവിപ്പാനും രക്ഷിക്കാനും ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഒരാളാണ് പീലാത്തോസ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ നമുക്ക് ജീവകാലം തടവിൽ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമോ? ഇല്ല. കാരണം അതൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. തൂക്കിക്കൊല്ലുന്നത് പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശിക്ഷയാണ് ജീവപര്യന്തം തടവിൽ. ആ ജീവപര്യന്തം തടവിന് തത്തുല്യമായ ശിക്ഷയാണ് അടുപ്പിച്ച് വിടുക എന്നുള്ളത്. ചമ്മട്ടി കൊണ്ട് 2 പട്ടാളക്കാർ ഒരാളെ കെട്ടിയിട്ടുകൊണ്ട് 2 സൈഡിൽ നിന്നുകൊണ്ട് പുറത്ത് ഈയക്കട്ട ഇരുമ്പ് കഷണങ്ങൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അസ്ഥി കഷണങ്ങൾ, ഇവയൊക്കെ കൊണ്ട് അമർത്തി അടിക്കുന്നതാണ് ഈ ചാട്ട കൊണ്ടുള്ള അടി എന്ന് പറയുന്നത്, ചമ്മട്ടി കൊണ്ടുള്ള അടി. ഇവയൊക്കെ ശരീരത്തിൽ കയറി കൊള്ളുകയാണ്. അതിനുള്ളിലേക്ക്, മാംസപേശിയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ശക്തിയുള്ള പട്ടാളക്കാർ ഇത് തിരിച്ചു വലിക്കുമ്പോൾ മാംസപേശികളെ കീറിക്കൊണ്ട് അവ പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ള അടികളാണ് 40 അടി യേശുവിന് കൊടുത്തത്. എന്തിനാ? ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്. ക്രൂശീകരിക്കപ്പെടുന്നാതെ എങ്ങനെയെങ്കിലും ഈ അടി കൊണ്ടതിന് ശേഷം ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്നുള്ള നിലയിൽ പീലാത്തോസ് കൊടുത്തത് അടുപ്പിച്ച് വിടുക. അത് കഴിഞ്ഞ് ആരെയും ക്രൂശിക്കാൻ വിധിക്കാറില്ല. കാരണം അതൊരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. പീലാത്തോസ് തന്നെ ലാവോളം ശ്രമിച്ച് രക്ഷപ്പെടുത്താൻ ഈ അടി കൊടുത്ത് വിടാൻ ശ്രമിച്ചു. പക്ഷേ യഹൂദന്മാർ തൃപ്തിപ്പെട്ടില്ല. അവർ പറഞ്ഞു അവനെ ക്രൂശിക്കണം. അവർ 2 ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഏറ്റവനാണ് കർത്താവ്. ഒന്ന് 40 ചമ്മട്ടി കൊണ്ടുള്ള അടിയും അതിനുശേഷം ക്രൂശീകരണം. അല്ലാതെ യേശു ഒരു ബലഹീനായ മനുഷ്യനല്ല, തൻ്റെ ക്രൂശ് എടുക്കാൻ കഴിയാത്തവണ്ണം. എല്ലാം ക്രൂശിക്കപ്പെടുന്നവരും അവരുടെ ക്രൂശിൻ്റെ തടി അവർ തന്നെ ചുമന്നോണ്ടാ പോകുന്നത്. അവരെക്കാളൊന്നും ബലഹീനനായിരുന്നില്ല യേശു ഒറിജിനലി. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് എടുക്കാനായിട്ട് ഒരു ശിമയോൻ കടന്നു ചെല്ലേണ്ടി വന്നത് ഈ 40 അടി കൊണ്ടപ്പോൾ യേശുവിൻ്റെ ശരീരം അതുപോലെ ക്ഷീണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചതോ ക്രൂശിൽ തറച്ചതോ യേശുവിനെ അടക്കം ചെയ്തോ ഒന്നും ഒരു പരാജയമല്ല. യേശു ലോകത്തെ ജയിച്ചു. ഇന്ന് യേശുവിനുള്ള അത്തരം ഫോളോവേഴ്സ് ലോകത്തിൽ ഒരു വ്യക്തിക്കുമില്ല. ഭൂലോകത്തെ എടുത്താൽ ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയുടെ സമൂഹം അനുഗമിക്കുന്നത് യേശുവിനെയാണ്. ക്രിസ്തീയ മതത്തിൽ പെടാത്തവരും ബഹുമാനത്തോടുകൂടെ ആദരിക്കുന്ന വ്യക്തിത്വമാണ് യേശുവിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ക്രൂശീകരണമോ മരണമോ പരാജയമല്ല. യേശു പറഞ്ഞു, ഗോതമ്പ് മണി അപ്രകാരം ഇരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ അധികം ഫലം ഉണ്ടാകും. ഒരു വ്യക്തി യേശുവിന് വേണ്ടി മാർട്ടിറായി തീരുമ്പോൾ ഉടലെടുക്കുന്നത് അവനെ പോലെയുള്ള അനേകരെ ഉയർത്തെഴുന്നേൽക്കുവാൻ അല്ലെ എഴുന്നേറ്റ് വരുവാൻ അത് കാരണമായി ഭവിക്കും. ഒരു പരാജയമെന്നും തോൽവിയെന്നും നമ്മുടെ ഹ്രസ്വ വീക്ഷണത്തിൽ നമുക്ക് കാണുമ്പോൾ തോന്നിയാലും ലോങ് റണ്ണിൽ അത് നന്മയാണ്, ദൈവനാമത്തിന് മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. Our Lord is omnipotent God. He is omniscient God. അവൻ സർവ്വവും മുന്നമേ അറിയുന്നു. ആദിയിൽ അവസാനം അറിയുന്നവനാണ് നാം വിശ്വസിക്കുന്ന ദൈവം. അവൻ സകലത്തിനും മീതെ ദൈവമായി ശോഭിക്കുന്നു. He is in control. Hallelujah. Praise the Lord.
എന്നാൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന സമൂഹമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഹ്യൂമനിസം വളർന്നു വരുന്ന ഏറ്റവും തഴച്ചു വളരുന്ന ഒരു കാലഘട്ടവുമാണിത്. ഹ്യൂമനിസം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള മനോഭാവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മിലുള്ള സ്വയത്തിലുള്ള ആ പ്രശംസ, സ്വയം. ഞാനും ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ബിസിനസ് മാനേജ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഐ ആം ഏബിൾ ടു ഡു, ഐ ക്യാൻ എന്നുള്ള മനോഭാവമാണ്. അത് വളർത്തിയെടുക്കുന്നത് ഹ്യൂമനിസമാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാതിരിക്കാനൊക്കെ അത് പോഷത്വമാണ് പഠിക്കാതിരിക്കുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് കഴിവുണ്ട്, പക്ഷേ എൻ്റെ ദൈവം സർവശക്തനാകിയാൽ എൻ്റെ ഡിപ്പെൻഡൻസി അവനിലാണ്. അവൻ സർവശക്തൻ, സർവജ്ഞൻ. ഞാൻ ഈ ലോകത്തിൽ ചില ജ്ഞാനങ്ങളൊക്കെ പ്രാപിക്കുന്നു, അതുകൊണ്ട് ഞാൻ സമ്പൂർണ്ണനല്ല, എൻ്റെ ആശ്രയം ദൈവത്തിലാണെന്നുള്ള മനോഭാവത്തോടുകൂടി നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനത്തെ നാം ഉപയോഗിക്കുന്നത് ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്. എന്നാൽ ഹ്യൂമനിസത്തിന് ഏറ്റവും നല്ലൊരു എക്സാക്റ്റ് ഉദാഹരണം ഞാൻ പറയാമെങ്കിൽ അത് വേദപുസ്തകത്തിലെ ഒരു ക്യാരക്ടറായ നിമ്രോദാണ്. ദൈവം പറഞ്ഞു, ജലപ്രളയത്തിന് ശേഷം നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെതറി പാർക്കണം, ഞാൻ നിങ്ങളെ പുഷ്ടിയുള്ളവരാക്കി വളർത്താം, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. നിമ്രോദ് പറഞ്ഞു, ആ പരിപാടിയൊന്നും നടക്കത്തില്ല, നമുക്കെല്ലാം ഒന്നിച്ച് ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെതറിപ്പോകാൻ പാടില്ല. നിമ്രോദിൻ്റെ ആശയമാണ്. നമ്മൾ ദൈവത്തെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ദൈവം. നിമ്രോദ് പറഞ്ഞു, ഞാൻ ദൈവമാണെന്നാണ് നിമ്രോദ് പ്രഖ്യാപിച്ചത്. നിമ്രോദിൻ്റെ മരണശേഷം നിമ്രോദിനെ ദൈവമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുള്ളവരും ആരാധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു കൊച്ചുണ്ടായതിന് പറഞ്ഞു നിമ്രോദ് അവതരിച്ചതാന്ന് പറഞ്ഞു, അതും ദൈവമായി. എന്നിട്ട് നിമ്രോദ് ചെയ്തത് എന്താണ്? സ്വർഗത്തോളം ഉയരമുള്ള ഒരു ഗോപുരം പണിയണം. അപ്പോൾ ഈ ജലപ്രളയം ഉണ്ടായാലും നമ്മളെ ഒന്നും തകർക്കാൻ പാടില്ല. ജലപ്രളയം വന്നേച്ചു പോകും, ആകാശത്തോളം ഉയരമുള്ള ഗോപുരം പണിയണം. ഹ്യൂമനിസത്തിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ ദൈവം കണ്ടപ്പോൾ ഇത് കണ്ടു, കൊള്ളാം, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അവരുടെ ഭാഷ ദൈവം കലക്കി. അത് പൂർത്തീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. ലാംഗ്വേജ് എല്ലാം പലതാക്കി തീർത്തു. അവരുടെ പരിപാടിയെ ദൈവം ഇല്ലാതെയാക്കിയെന്ന് വേണം നമുക്ക് പറയാൻ. അതാണ് ഹ്യൂമനിസം. അപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ, നമ്മൾ മുമ്പേ സങ്കീർത്തനം വായിച്ചപ്പോഴും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ ജോസഫിൻ്റെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ്റെ സ്വപ്നം നമുക്കൊന്ന് കാണണം. ഇവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ എന്തെങ്കിലും ചെയ്യാൻ? നമുക്കൊന്ന് കാണാം. പൊട്ടക്കിണറ്റിൽ വലിച്ച് ഇട്ടു. അവരുടെ ഉദ്ദേശം അവനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. സ്റ്റാർവേഷൻ മൂലം അവൻ മരിക്കണം. എന്നാൽ രൂപൻ അതിനകത്ത് ഇൻ്റർവെയിൻ ചെയ്തു. രൂപൻ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, അതിനൊക്കെ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? നമ്മൾ ഇസ്മായിലർക്ക് വിൽക്കാൻ കുറച്ച് കാശിലും കിട്ടും. എന്തിനാ വെറുതെ കൊല്ലുന്നേ? ഇവനെ അടിമയായിട്ട് അങ്ങ് വിറ്റാൽ പോരെ, നമുക്ക് കാശും കിട്ടും, ഇവൻ്റെ സ്വപ്നം വലിക്കുകയും ഇല്ല, ഇവനൊരു അടിമയാവുക. പിന്നെ എങ്ങനെ നമ്മുടെ കറ്റകളിലൊക്കെ കൂടി അവൻ്റെ കറ്റയൊന്ന് നമസ്കരിക്കുന്ന നമുക്കൊന്ന് കാണാം. അവർ മിടുക്കന്മാരായി. ഹ്യൂമനിസം. നമുക്കിവൻ്റെ മേലെ കൺട്രോളുണ്ട്, നമുക്കിവൻ എവിടെ വരെ പോകുന്നോ കാണാം. ഇവൻ്റെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലുവാനും ശമരിയക്കാർ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റവരെ അടിമയാക്കി തീർക്കാനുമുള്ള കെപ്പ് നമുക്കുണ്ട്. നമുക്കാണ് കഴിവ്, ഇവൻ്റെ ദൈവത്തിനോ സ്വപ്നത്തിനോ അല്ല. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഹീ ഈസ് ഇൻ കൺട്രോൾ. പൊത്തിപ്പേറിന് വിൽക്കപ്പെട്ടു, അവിടെയും തടങ്കലിലായി. അവന് വേണേ ചോദിക്കാം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, ഞാൻ എൻ്റെ അപ്പനെ ഇഷ്ടംപോലെ ജീവിച്ച ഒരു മനുഷ്യനാണ്, എനിക്കെന്തിനീ തിന്മ വരുന്നു? ഫറവോ ആണേലും അതല്ല, ഫറവോ ഈ ഇവിടെ കിടക്കുന്ന
അടിമയായിട്ട് കിടക്കുന്നു, അല്ലെ പ്രിസണിൽ കിടക്കുമ്പോഴും ഞാൻ ചെയ്ത കുറ്റത്തിനല്ല എന്നെ ശിക്ഷിക്കുന്നത്. എന്ത് തെറ്റുണ്ടായിട്ടാണ് ഞാൻ ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്? വേണമെങ്കിൽ അദ്ദേഹത്തിനും പിന്മാറാം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തെ പള്ളു പറയാം. ദൈവം എന്തിനിങ്ങനെ എനിക്ക് ഡ്രീമൊക്കെ തന്നു? ദൈവം തന്ന ഡ്രീമല്ലേ ഞാൻ പ്രസ്താവിച്ചത്, പിന്നെ ഞാൻ എന്തിനിങ്ങനെ സഹിക്കണം? ഇതൊരു പക്ഷേ ദൈവം എന്നെ ചതിക്കാൻ ചെയ്ത സ്വപ്നമാണോ? ഞാൻ ദൈവത്താൽ വഞ്ചിക്കപ്പെട്ടോ? എനിക്കൊരു സ്വപ്നം തന്ന് എന്നെ നാശകൂപത്തിലേക്ക് കൊണ്ടിടുകയാണോ ഈ ദൈവം ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് ഒരു പിന്മാറ്റക്കാരനായി തീരുവാനുള്ള സാഹചര്യം ആർക്കുണ്ടായിരുന്നു? യോസഫിനുണ്ടായിരുന്നു. യോസഫ് സഹോദരന്മാരെ പള്ളു പറയുന്നില്ല, സ്വപ്നം കൊടുത്ത ദൈവത്തെ നിന്ദിക്കുന്നില്ല. അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും താൻ കടന്നു പോകുന്ന അന്തരീക്ഷങ്ങളിലും സാഹചര്യങ്ങളിലും ദൈവത്തെ ഭയന്ന് വിശ്വസ്തനായി ജീവിച്ചു. തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തി. നമ്മുടെ ദൈവം സിംഹാസനസ്ഥനാണ്. ഹി കൺട്രോൾസ് എവരിതിങ്. നമ്മുടെ തലയായ അവൻ ദൈവമാണ്. ഹി ഈസ് ദി ഓംനിപൊട്ടന്റ് ഗോഡ്, ഓംനിഷ്യന്റ് ഗോഡ്. ഈജിപ്തിലെ ഫറോ വിചാരിച്ചു പെൺപിള്ളേരൊക്കെ ജീവിച്ചിരുന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ആൺപിള്ളേരുണ്ടായാലല്ലേ പ്രശ്നം. നമ്മളോട് മത്സരിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുന്ന ആൺപിള്ളേരുണ്ടായില്ല. ഈ ആൺപ്രജയെ മുഴുവൻ നൈൽ നദിയിൽ ഇട്ട് കൊന്നുകളയണം. സൂതകർമ്മിണികളോട് പറഞ്ഞു, ഒരു ആൺകൊച്ച് എബ്രായർക്കുണ്ടായാൽ ഉടനെ തന്നെ എടുത്ത് നൈൽ നദിയിൽ തട്ടിയേരെ. ഇവരൊരു ജനജാതിയാകുകയോ ഈജിപ്തിനെതിരാകുകയോ ചെയ്യാതെ ഇരിക്കത്തക്കവണ്ണം ഇവരെ ഉന്മൂലന നാശം ചെയ്യാനുള്ള ഒരു കാര്യമാണ് ജനിക്കുന്ന ആൺപ്രജയെ മുഴുവൻ നൈൽ നദിയിൽ ഇട്ടുകൊടുത്ത് അവരെ ചീങ്കണികൾ തിന്നു കളഞ്ഞാൽ. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, അവൻ സിംഹാസനസ്ഥനാണ്. നൈൽ നദിയിലിട്ട് നീ എൻ്റെ കുഞ്ഞിനേക്കളെ കൊല്ലുമെന്നല്ലേ പറയുന്നത്? എന്നാൽ ഇസ്രായേലിൻ്റെ വിമോചകൻ ഈ നൈൽ നദിയിൽ നിന്ന് തന്നെ ഉടലെടുക്കണം. മോശ എന്ന കുഞ്ഞിനെ ഇട്ടത് നൈൽ നദിയിലാണ്, ഞാങ്ങണപ്പെട്ടിയിൽ. അവനെ വളർത്തിയത് ഫറോ. ഏതാജ്ഞ പുറപ്പെട്ടുവോ ആ കൊട്ടാരത്തിൽ നിന്നുള്ള ഫറോ ചക്രവർത്തിയുടെ സഹോദരി തന്നെ അവനെ വളർത്തുകയാണ്. നൈൽ നദിയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരത്തക്കവണ്ണം അവനിട്ട പേരെന്താ? മോശ. സ്വർഗത്തിലിരിക്കുന്നവൻ ഇതൊക്കെ കണ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഹ്യൂമനിസത്തിൽ അവൻ്റെ ബുദ്ധിയിൽ ഉടലെടുക്കുന്ന കുടിലതയെ കണ്ടുകൊണ്ട് സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. എവിടെ നിന്ന് മോശയെ തകർക്കുവാൻ ആജ്ഞ പുറപ്പെട്ടുവോ അവിടുത്തെ ചിലവിൽ തന്നെ മോശ വളരുന്നു. മോശയുടെ അമ്മ പാല് കൊടുക്കുമ്പോഴും ശമ്പളം വാങ്ങിക്കുന്നത് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന്. അതിനുശേഷം അല്പം പ്രായമായപ്പോൾ മോശ ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഫറവോയുടെ സ്വന്തം ചെലവിൽ. സ്വർഗത്തിലിരിക്കുന്നവന് മനുഷ്യൻ്റെ ഹ്യൂമനിസ്റ്റുകളുടെ ചിന്തകൾ കാണുമ്പോൾ ചിരി വരികയാണ്. കർത്താവ് സ്വർഗസ്ഥനായിരിക്കുന്നു, അവൻ അസാധ്യമായിട്ടൊന്നും ഇല്ല. 46 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് മിദ്യാനിൽ പാർത്ത ശേഷം മോശ മടങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ അഭിഷേകത്തോടും ദൈവിക ദർശനവും പ്രാപിച്ചുകൊണ്ട് അധികാരപൂർവ്വം കടന്നു വരുന്ന മോശ, അദ്ദേഹം ഫറവോയോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജനത്തെ വിട്ടയക്കണം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഫറവോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? ഹൂ ഈസ് യുവർ ലോർഡ്? ഒരു ഹ്യൂമനിസ്റ്റാണ്, ഞാനാണ് ദൈവം. ഫറവോമാരെ അന്ന് ഈജിപ്തിലെ ആളുകൾ കണ്ടത് ദൈവമായിട്ടാണ്. അടുത്ത ഫറവോ വരുമ്പം പുതിയൊരു അവതാരം എടുത്തു വന്നതായിട്ടാണ് അവർ കാണുന്നത്. അവരെല്ലാം ദൈവങ്ങളായിട്ടാണ് ഈജിപ്തുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഫറവോ ഓരോ അത്ഭുതങ്ങൾ കണ്ട ശേഷവും ഹൃദയം കഠിനപ്പെടുത്തുന്നത്. ദൈവം ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന് പറയുന്നത് ഫറവോയുടെ ഹൃദയ കാഠിന്യത്തെ ദൈവം അങ്ങ് അറ്റസ്റ്റ് ചെയ്തു. നീ അങ്ങനെ തന്നെ ചിന്തിച്ചു. ദൈവം ഫറവോയുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇവൻ്റെ ഹൃദയം കഠിനപ്പെട്ടതാണ്, അവൻ്റെ മാനസാന്തരം സ്ഥിരതയുള്ളതല്ല. എന്നാൽ പിന്നെ അങ്ങനെ അയക്കൂ. പോകുന്നതിലെ അടിക്കുന്നതിലെ പോയില്ലെങ്കിൽ പോയാലേ അടിക്കുകയാണ്. നീ അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇസ്രയേലിനെ സകല എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് കുതിരപ്പുറത്ത് പട്ടാളക്കാരെ നിയോഗിക്കുകയാണ് ഫറോ.
പ്രൈസ് ദി ലോർഡ്. ആ വെള്ളത്തിൽ പാതയൊരുക്കി ദൈവം ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചു. എന്നാൽ ആ വെള്ളത്തെ മിസ്രയീമിലെ സൈന്യങ്ങളുടെ ശവകൂടാരമാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി. ഹ്യൂമനിസത്തെ തകർക്കുന്ന ദൈവം. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളിൽ തന്നെയുള്ള അഹങ്കാരമാണ്. നിന്റെ ദൈവം ആരാടാ? അതാ മോശയോട് ചോദിക്കുന്നത്, ഹു ഈസ് യുവർ ലോർഡ് സോ ദാറ്റ് ഐ ഷാൽ ഒബേ ഹിം. എന്നാൽ ഈ അഹങ്കാരിയായ ഫറോയെ, അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള സൈന്യങ്ങളെ അവരുടെ ശവകുടീരമാക്കി തീർക്കത്തക്കവണ്ണം ഇസ്രയേലിന് രക്ഷയായി തീർന്ന ചെങ്കടലിലെ വെള്ളം രൂപാന്തരപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മുടെ ദൈവം സകലത്തിലും മീതെ വസിക്കുന്ന വലിയവനായ ദൈവമാണ്, നമ്മുടെ തലയായ ദൈവം. ഹല്ലേലൂയ. എനിക്ക് ഉദാഹരണങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കറിയാം, മൊർദെഖായിയെ കൊല്ലണം. ആരുടെ പ്ലാനാണ്? ഹാമാൻ. ഒരു ഇറാനിലെ വലിയൊരു പ്രൈം മിനിസ്റ്ററുടെ പരിപാടിയാണ് ഈ മൊർദെഖായിയെ കൊന്നേ തീരൂ. കാരണം ഇവൻ എന്നെ ഒന്ന് താഴുന്നില്ല, നമസ്കരിക്കുന്നില്ല. ഒരു പാഠം ഇവനെ പഠിപ്പിക്കണം. ഒരു വലിയ കഴുകുമരം, 50 അടി 50 feet ടോളായിട്ടുള്ള വലിയൊരു കഴുകുമരം അവനുണ്ടാക്കി. എന്നിട്ട് ഓർഡർ വാങ്ങിച്ച് കൊല്ലാനിരിക്കുന്ന ദിവസം തിരിഞ്ഞു പിടിച്ചു. ആ ഏത് കഴുകുമരത്തിൽ ഹാമാൻ മൊർദെഖായിയെ കൊല്ലുവാൻ ആഗ്രഹിച്ചുവോ, അതേ കഴുകുമരത്തിൽ അതേ സമയത്ത് മൊർദെഖായിക്കല്ല, ഹാമാൻ തന്നെ കൊല്ലപ്പെടുകയും, മൊർദെഖായി ഹാമാൻ ഉപയോഗിച്ചിരുന്ന ആ പൊസിഷൻ ഓൾ പേർഷ്യൻ എംപയറിൻ്റെ പ്രൈം മിനിസ്റ്ററായി തീരുകയും ചെയ്തു. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് മനുഷ്യൻ്റെ ബുദ്ധിയെയും കപടമായ ബുദ്ധിയെ കണ്ടുകൊണ്ട് പരിഹസിക്കുക ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, യൂറോപ്പിൽ 3 നൂറ്റാണ്ടുകൾ അവിടുത്തെ എംപറേഴ്സ് എല്ലാം കരുതി ക്രിസ്ത്യാനികളെ മാർട്ടീഴ്സാക്കി തീർത്താൽ, അല്ലെ അവരെ കൊന്നുകളഞ്ഞാൽ, സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്താൽ, ക്രൂരമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താൽ, കഴുത്ത് വെട്ടപ്പെടുത്തിയാൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകും. പക്ഷെ 3 നൂറ്റാണ്ട് കൊണ്ട് ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ മുഴുവൻ തിങ്ങി നിറയുവാനിടയാക്കിയവനാണ് നമ്മുടെ ദൈവം. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അവൻ സിംഹാസനസ്ഥനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. സർവജ്ഞതയുള്ളവനാണ് നമ്മുടെ കർത്താവ്. സർവവ്യാപിയായിരിക്കുമ്പോൾ തന്നെ അവൻ സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ബിക്കോസ് ഓഫ് ഹിസ് സോവറിനിറ്റി, അവൻ്റെ സർവശക്തി മൂലം ഞാൻ എന്തു ചെയ്യും? ഞാൻ അവനെ നമസ്കരിക്കും, ഞാൻ അവനെ ആരാധിക്കും. ഐ വർഷിപ്പ് ഹിം ബിക്കോസ് ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. നമ്മുടെ കർത്താവ് കർത്താവും രാജാവുമാകിയാൽ നാം അവനെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയരുന്ന തീവ്രമായ സ്നേഹത്തോടുകൂടി ആരാധിക്കണം. ഇവൻ സർവശക്തിയുള്ളവനാകിയാൽ, കർത്താവ് സർവശക്തിയുള്ളവനാകിയാൽ നാം എന്ത് ചെയ്യണം? ഐ വിൽ ഒബേ ഹിം. എങ്ങനെ എനിക്ക് കർത്താവിനെ ഒബേ ചെയ്യുവാൻ കഴിയും? കർത്താവിൻ്റെ ആജ്ഞ മുഴുവൻ ഈ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് നമ്മുടെ ഒബീഡിയൻസ്. ദൈവവചനം ഏതോ ഒരു വിഷയത്തെയും കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങൾക്കുമുള്ള ഉത്തരം ഇതിലുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിൽ ശ്രദ്ധ വെച്ച് അത് അനുസരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഞാൻ ഒബീഡിയൻ്റ് ആയിരിക്കും, അവനെ ഒബേ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 1 ശമൂവേൽ 3:18 വായിക്കുന്നുണ്ട്. വായിക്കേണ്ട, ഞാൻ പറഞ്ഞുവിടാം. സമയക്കുറവുകൊണ്ട് ഞാൻ അധികം പ്രസ്താവിക്കുന്നില്ല. 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 3 നമ്മൾ ദൈവത്തിൻ്റെ ദാസനായ അഭിഷക്തനായ ശമൂവേൽ ഒരു ദർശനം കണ്ടു. ദൈവം അവന് ചില വെളിപ്പാടുകൾ കൊടുത്തു. നീ ചെന്ന് ഏലി എന്ന മഹാപുരോഹിതനും ഇതുവരെ ജനത്തിൻ്റെ ന്യായാധിപനുമായിരിക്കുന്ന പുരോഹിതനായ ഹന്നയോട് പുരോഹിതൻ്റെ പേരെന്നാ? ഏലി.
ഏലി പുരോഹിതനോട് പറയണം, അവൻ്റെ പുത്രന്മാർ വഷളമായ ജീവിതം നയിക്കുന്നതുകൊണ്ടും അവൻ വേണ്ട രീതിയിൽ അവരെ മാതൃകയിൽ വളർത്താത്തതുകൊണ്ടും ഇന്ന ദോഷം ഭവിക്കുമെന്ന് പറഞ്ഞു. ഏലി പ്രവാചകൻ എന്ത് ചെയ്താൽ? അദ്ദേഹം ദൈവദർശനമൊക്കെ ശമൂവേലിന് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ആളാണ്, ദൈവത്തിൻ്റെ ന്യായാധിപനായിട്ടിരുന്നവൻ. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയല്ലോ ഇത് കൽപ്പിച്ചത്, അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞു. ദൈവഹിതത്തിന് തനിക്കെതിരെ വരുന്ന ഒരു കാര്യമാണ് പ്രസ്താവിച്ചത്, എന്നാൽ അത് ഭവിക്കരുത് എന്ന് അവൻ പ്രാർത്ഥിച്ചില്ല. അവൻ പറഞ്ഞു, യഹോവയല്ലോ ഇത് അരുളി ചെയ്തത്, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് 3:18 പറയുന്നുണ്ട്. സ്തോത്രം. ഇതുപോലെ തന്നെ പറയുന്ന ഒരു പിതാവിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. സോദോം ഗോമറായുടെ ന്യായവിധിയെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാം അല്പം ഇൻട്രസസറി പ്രയറൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അല്പമല്ല, വളരെ. 50 പേര് നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? അപ്പം ദൈവം പറഞ്ഞില്ല. അപ്പം അബ്രഹാമിനൊരു സംശയം, 40 കാണില്ല, കൃത്യം ഒരു 45 പേരുണ്ടെങ്കിൽ നിനക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമോ? പുള്ളി അവിടം പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ഒരു സംശയം, 40 കാണുകയില്ല, 35 പിടിച്ചു. പുള്ളി ഇങ്ങോട്ട് താണ് വന്ന് നമ്മൾ എത്രയും ബാർഗെയിൻ ചെയ്യുമോ? നമ്മൾ പറഞ്ഞ 1-2 ബാർഗെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിൽക്കും, നമ്മൾ സാധാരണ മനുഷ്യർ. എന്നാൽ ഇദ്ദേഹം ആ 40 തുടങ്ങിയിട്ട് 35-ലും 30-ലും 20-ലും 10-ലും ഒക്കെ ഇങ്ങനെ വരികയാണ്. താണിറങ്ങി നേരം കർത്താവ് ഒടുവിലത്തെ അവൻ്റെ പ്രസ്താവനയും ഏറ്റു. ശരി, നീ പറഞ്ഞതുപോലെ 10 പേരുണ്ടെങ്കിലും ഞാനൊന്നും അതിനെ നശിപ്പിക്കത്തില്ല. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നുള്ള ആ സത്യം ലോത്ത് ഒഴിച്ച്. ലോത്തിനെ കുറിച്ചും പറഞ്ഞത് എന്താണ്? വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് പറഞ്ഞത്. പൂർണ്ണമായ നീതിയുള്ളവനല്ല, വലഞ്ഞുപോയ നീതിമാൻ. എങ്കിലും അവനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ അബ്രഹാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അപ്പം ഏൽപ്പിച്ചു കൊടുക്കുക. സകല ഭൂമിക്ക് ന്യായാധിപനാണ് ആര്? ദൈവം. സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമായ ദൈവം. അവൻ ന്യായാധിപനാണ്. ഹീ ഈസ് ദ സുപ്രീം ജഡ്ജ്. അവൻ നീതി, അവൻ റൈറ്റ്യസ്നെസ് ആയിട്ട് വിധിക്കാതെ ഇരിക്കുമോ, പ്രവർത്തിക്കാതെ ഇരിക്കുമോ? ലെറ്റ് ഇറ്റ് ബി അക്കോർഡിംഗ് ടു ഹിസ് വിൽ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരാളിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ദാവീദിനെ ഒന്നെടുത്തേ. ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയാലംബനത്തിന് പ്രകാരം ജീവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഒരു ദേവാലയം പണിയണം, അത് മനോഹരമായിരിക്കണം, ദൈവത്തിൻ്റെ കരുണയാലായിരിക്കണം. അദ്ദേഹം അന്നത്തെ ഇഷ്ടം പോലെ, ഏറ്റവും ലോകത്തിൽ അന്ന് സ്വർണവും വെള്ളിയും ഒക്കെ ഉള്ള ഒരു അവിടെ സ്ഥലമാണ്. അവിടെ ഇഷ്ടംപോലെ സ്വർണവും വെള്ളിയും അദ്ദേഹം സംഭരിച്ചിട്ടുണ്ട് ആലയം പണിയാൻ. ദൈവം പറഞ്ഞു, നീ രക്തം ചൊരിഞ്ഞ കൈയാണ് നിൻ്റെ കൈ. ഗോലിയാത്തിനെ തൊട്ട് അനേകരെ കൊന്ന രക്തം ചിന്തിയ ഒരു കൈയാണ് നിനക്കുള്ളത്. ആ കൈ കൊണ്ട് എനിക്ക് ആലയം പണിയണ്ട. നിൻ്റെ പുത്രനായി ഇനിയും രാജാവായി തീരാൻ പോകുന്ന ശലോമോൻ പണിതാൽ മതി. അത് കേട്ടപ്പോൾ ഞാനൊരു നല്ല കാര്യമല്ലേ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചത്, ദൈവം എന്നെ തടസ്സപ്പെടുത്തിയല്ലോ, എന്നാൽ പിന്നെ ഈ പരിപാടി കളഞ്ഞേക്കാമെന്ന് അദ്ദേഹം കരുതിയോ? ഇല്ല. അദ്ദേഹം ലഭിക്കാവുന്നത്രയും റിസോഴ്സസ് അതിനുവേണ്ടി കൂട്ടിവെച്ചു. ശലോമോൻ ഒന്നിൻ്റെയും പുറകെ പോകേണ്ടി വരുന്നില്ല, എല്ലാം പിതാവ് ഒരുക്കി വെച്ചു. ഇന്ന് ആ യെരൂശലേം ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ താജ്മഹലൊക്കെ പുറകിൽ പോയനെ. ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ മുമ്പിലായി നിന്നേനെ ആ മനോഹരമായ ദേവാലയം. അത് പണിയുവാൻ ദാവീദിനെ ദൈവം ഇടയാക്കി. ദാവീദിനെ അല്ല, അദ്ദേഹത്തിൻ്റെ മകനെ. എന്നാലും ദാവീദ് പിന്മാറിയില്ല. അവൻ സർവശക്തനായ ദൈവമാണ്, എൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിലും ദൈവം പറയുന്ന പോലെ നടന്നോട്ടെ എന്ന് വെച്ചു ദാവീദ്. പക്ഷെ അതിനുവേണ്ടി ഒന്നും സംഭരിക്കാതെ ഇരുന്നില്ല. ഹല്ലേലൂയ. ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ പലപ്പോഴും ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഒക്കെ കണക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എന്തിനാണ്? ഇവയൊക്കെ സൃഷ്ടിച്ചവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നതിന് കാരണം യേശുവിൻ്റെ വാക്കാണ്. തൻ്റെ വായിൽ നിന്ന് ഉടലെടുത്ത വചനമാണ് അവയെ ഉരുവാക്കിയത്.
സൂര്യനെക്കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഈ ഭൂമിയുടെ മാസ് 3,30,000 ഭൂമിയുടെ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട് ഈ ഗേഷ്യസ് ആയിട്ടുള്ള എന്നാൽ ഗ്യാസിനാൽ നിർമ്മിതമായ സൂര്യന്. ഗ്യാസിന് സാധാരണ വലിയ വെയിറ്റ് കാണാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഈ ഭൂമിയുടെ ആയിരക്കണക്കിനുള്ള വെയിറ്റ് ഉള്ള ഒന്നാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം. ഹല്ലേലൂയ. ഈ സൂര്യൻ ഈ ഭൂമിയിൽ നിന്ന് 93 മില്യൺ മൈൽസ് എവേയാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ജീവിക്കുന്നതിന് അത്യാവശ്യമുള്ള ചൂട് ലഭിക്കത്തക്ക രീതിയിൽ ദൈവം അതിനെ ആക്കിയിരിക്കുന്നു. ഒരല്പം കൂടെ അടുത്തോ അല്പം കൂടെ അകന്നോ ആണെങ്കിൽ ഹിമം കൊണ്ടും അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ടും നാം നശിച്ചു പോകുമായിരുന്നു. എന്നാൽ കൃത്യ അളവിൽ ദൈവം അതിനെ ആക്കിയിരിക്കുന്നു. അതിൻ്റെ ശക്തി എത്രയാണ്? സൂര്യൻ്റെ മാത്രം 1 ട്രില്യൺ മെഗാടൺ ബോംബ് എവറി സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി സൂര്യനുണ്ട്. 1 ട്രില്യൺ 1 മെഗാടൺ ബോംബിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജിയാണ് സൂര്യൻ ഓരോ സെക്കൻഡിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഒരു 5 ബില്യൺ ഇയേഴ്സ് ഇതേ പവറിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശക്തി സൂര്യനുണ്ട്. എന്ന് പറഞ്ഞാൽ 100 ബില്യൺ തൊട്ട് 400 ബില്യൺ സ്റ്റാർസ് മിൽക്കി വേയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൃത്യമൊന്നും അവർക്കറിയത്തില്ല. 1 ബില്യനും 400 ബില്യനും ഇടയ്ക്കുള്ള സ്റ്റാർസ് മിൽക്കി വേയിലുണ്ട്. അപ്പോൾ തന്നെ 1 ട്രില്യൺ ഗാലക്സീസ് ഉണ്ട്. അത് കൂടുതലാകാം, ഒരു ഊഹമാണ്, അത്രയും കാണുള്ളൂ എന്ന് അവർ കരുതുന്നു. ഒരു 1 ട്രില്യണിൽ കൂടുതൽ ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർസുകളുടെ എണ്ണം എത്ര? ഇങ്ങനെയുള്ള സകല സൃഷ്ടിയെയും നിയന്ത്രിക്കുന്ന പവറാണ് നമ്മുടെ കർത്താവിനുള്ളത്. അവൻ്റെ വായിൻ വചനത്താലാണ് സകലത് ഉരുവായത്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവാണ് സകലത്തിനും തലയായി നമ്മുടെ ദൈവമായിരിക്കുന്നത്. ഈ കർത്താവാണ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കൊണ്ട് ചെയ്യുന്നത്. ഈ കർത്താവാണ് നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഗോൽഗൊത്തായിൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന സ്നേഹവാനായ കർത്താവ്. ഈ കർത്താവിനെ സകലത്തിലുപരിയായി എന്തുകൊണ്ട് നമുക്ക് സേവിച്ചുകൂടാ, സ്നേഹിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് അവനെ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ ജീവിതം ഈ യേശുവിൻ്റെ സ്നേഹത്താലും നിറവിനാലും ശക്തിയാലും ആ യേശുവിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനത്താലും മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.